നമസ്കാരം. 24-ന്റെ പ്രിയ പ്രേക്ഷകർക്ക് പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. ശിരൂരിൽ അർജുനെ കാണാതായിട്ട് ഇന്ന് 14 ദിവസമാവുകയാണ്. ഇനി ആ ദൗത്യം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നത് സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. തെരച്ചിൽ അവസാനിപ്പിക്കരുതെന്ന് കേരളം ആവശ്യപ്പെടുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് സംബന്ധിച്ച് കർണാടക ഇപ്പോഴും വ്യക്തത നൽകുന്നില്ല. ഡ്രഡ്ജർ എത്തിക്കുമോ കേരളത്തിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് എന്ന അടക്കമുള്ള കാര്യങ്ങളിലുള്ള ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഇന്ത്യക്ക് അഭിമാനകരമായ നേട്ടമാണ്. വെങ്കലം നേടുന്നു. ഒളിമ്പിക്സിൽ ഇന്ന് ഏറെ മെഡൽ പ്രതീക്ഷകളുള്ള ഷൂട്ടിങ്ങിലെയും അമ്പയത്തിലെയും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം ബാഡ്മിൻ്റണിലും ഇന്ത്യക്ക് മത്സരങ്ങളുണ്ട്. ഇന്ത്യ 2020-ൽ ശ്രീലങ്കയ്ക്കെതിരെ 2ാം വിജയത്തിലൂടെ പരമ്പര സ്വന്തമാക്കിയ സന്തോഷം കൂടിയുണ്ട് നമുക്ക്. പ്രഭാത വാർത്തയിലേക്ക് വിശദമായി ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. ഡൽഹിയിലെ INA മാർക്കറ്റിൽ തീപിടുത്തം. മാർക്കറ്റിലെ റെസ്റ്റോറൻറ്റിലാണ് തീപിടുത്തമുണ്ടായത്. 6 പേർക്ക് പരിക്കേറ്റു. രാധാകൃഷ്ണൻ ചേരുന്ന വിശദാംശങ്ങളുമായി. ആർക്ക് എപ്പോഴാണ് തീപിടുത്തമുണ്ടായത്? നിലവിൽ തീ നിയന്ത്രണ വിധേയമായോ? തീർച്ചയായിട്ടും തീ നിയന്ത്രണ വിധേയമായെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ INA മാർക്കറ്റ്, ഡൽഹിയിലെ INA മാർക്കറ്റ് ഈ മലയാളികളൊക്കെ സാധാരണഗതിയിൽ എത്തുന്ന ഒരു ഇടമാണ്. അവിടെയാണ് ഈ കേരള ഹോട്ടലുകളടക്കം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ തീപിടിച്ച ഹോട്ടലിന്റെ, റെസ്റ്റോറന്റിന്റെ മേൽക്കൂര അടർന്നു വീഴുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ അത്യാഹിതവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഫയർഫോഴ്സിന്റെ ഒന്നിലധികം യൂണിറ്റുകൾ അവിടെയുണ്ട്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് അവരാണ് നേതൃത്വം നൽകുന്നത്. ആർക്കെ പുലർച്ചെ തന്നെ സജീവമാവുന്ന ഒരു ഇടമാണോ? രാവിലെയാണോ ഈ തീപിടുത്തം ഉണ്ടായത്? രാവിലെ ഏതാണ്ട് അർദ്ധരാത്രിക്ക് ശേഷമാണ് ആ തീപിടുത്തം ഉണ്ടായതെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ഈ INA മാർക്കറ്റ് ആക്റ്റീവ് ആകുന്നത് ഏതാണ്ട് ഒരു 11 മണിക്ക് ശേഷമാണ്. എന്നാൽ അത് പുലർച്ചയോളം പ്രവർത്തിക്കുന്ന ജനനിബിഡമായിട്ടുള്ള ഒരു മേഖലയാണ്. അവിടെയാണ് ഈ തീപിടുത്തം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി. ഡൽഹിയിലെ തിരക്കേറിയ INA മാർക്കറ്റിലെ റെസ്റ്റോറൻറ്റിലാണ് തീപിടുത്തം ഉണ്ടായത്. ഏതായാലും തീ നിയന്ത്രണ വിധേയം. പക്ഷേ 6 പേർക്ക് ഈ തീപിടുത്തത്തിൽ പരിക്കേറ്റു എന്ന വിവരമാണ് രാധാകൃഷ്ണൻ പങ്കുവെക്കുന്നത്. കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായിട്ട് 2 ആഴ്ച പിന്നിടുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട അർജുന്റെ മടങ്ങിവരവിനായി ഇപ്പോഴും കാത്തിരിക്കുകയാണ് കുടുംബവും നാട്ടുകാരും. കണ്ണാടിക്കൽ ഗ്രാമത്തെ ആകെ നനച്ചൊരു കണ്ണീർ മഴ പെയ്തു തുടങ്ങിയിട്ട് ഇന്നേക്ക് 14 നാൾ. കാത്തിരിപ്പിന്റെയും പ്രതീക്ഷയുടെയും തോരാമഴ. നാലു മക്കളിൽ അർജുൻ രണ്ടാമനായിരുന്നു. ഉത്തരവാദിത്തത്തിന്റെ ചുമടേറ്റി 20 വയസ്സിൽ വളയം പിടിച്ചു തുടങ്ങി. ലോറിയുമായി നാടുവിട്ടു നിൽക്കുമ്പോഴെല്ലാം ഒരു ഫോൺ കോളിനിപ്പുറത്ത് കുടുംബത്തെ അർജുൻ നെഞ്ചോട് ചേർത്തു. അന്ന് ആ വിളിയെത്താൻ വൈകിയപ്പോഴാണ് കുടുംബത്തിന്റെ നെഞ്ചുലഞ്ഞത്. അതിനിടെ ആശങ്കയുടെ കരിനിഴൽ പടർത്തി ശിരൂരിലെ അപകട വാർത്തയെത്തി. അർജുൻ ലോറിയുമായി വരുന്ന വഴിയെന്ന് സുഹൃത്ത് സമീറിന്റെ തീർച്ചപ്പെടുത്തൽ. അർജുന് ഒന്നും സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥനയ്ക്കിടയിലും കുടുംബം ശിരൂർ പോലീസുമായി ബന്ധപ്പെട്ടു. അപകട സാധ്യത അറിയിച്ചു. ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ ആയപ്പോഴാണ്, അപ്പോൾ അമ്മ ഒരാളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ വിളിച്ച് നോക്കിയപ്പോഴാണ് അവിടെ ഒരു മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ളത് അവർ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കിട്ടുന്നില്ല. പിന്നെ രാത്രിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ന്യൂസ് കാണുന്നത്, ഇങ്ങനെ അപകടത്തിൽ ആൾക്കാരുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ ഇവർ അവിടുത്തെ പോലീസുകാരായിട്ട് ബന്ധപ്പെട്ടു. അവിടെ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാരൊക്കെ പോയി അവിടെ. അപകടം വാർത്തയായതും ഇടപെടലുണ്ടായതും ദിവസങ്ങൾക്കിപ്പുറം. അർജുൻ സുരക്ഷിതനെന്ന് കേൾക്കാൻ കുടുംബം കണ്ണുനട്ട് കാത്തിരുന്ന ദിനരാത്രങ്ങൾ, സൈന്യത്തിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച നിമിഷങ്ങൾ. അതിൻ്റെ ഉള്ളിലുള്ള എൻ്റെ മോനാണ്. ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അമ്മയും ഭാര്യയും മോനും ഫ്രണ്ട്സാണ്. ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാണ് ഞങ്ങൾ. ഒരാളെ മനസ്സിലെ ചിന്തകളും ഞങ്ങൾ മൂന്നാളിലും ഒരുപോലെ പോകും. അതിനിടെ
കുടുംബത്തിന്റെ വാർത്താസമ്മേളനം എഡിറ്റ് ചെയ്തു മാറ്റി സൈബറിടങ്ങളിൽ പ്രചരിപ്പിച്ച് ചിലരുടെ ക്രൂര വിനോദങ്ങൾ. പ്രതിസന്ധികൾ ഓരോന്നു കടന്നു പോകുമ്പോഴും അർജുൻ്റെ ഭാര്യയും അമ്മയും സഹോദരിയും ഉൾപ്പെടെ പ്രതീക്ഷ കൈവിടുന്നില്ല. നമ്മൾ അന്ന് ഓരോ നിമിഷവും ഇപ്പം കിട്ടും അപ്പം എന്തുകൊണ്ട് ലോറി ഒന്നും കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേറ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് ബാക്കി വിവരങ്ങൾ കിട്ടാത്തതിലൊരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ നമുക്ക് ആരും ബ്ലെയിം ചെയ്യുകയല്ല, നമുക്ക് ഈ ഒരു അവനെ തിരിച്ചു കിട്ടുന്ന അല്ലെങ്കിൽ അവനെ പോലെ കാണാതായ മറ്റ് 2 പേരെയും തിരിച്ചു കിട്ടുന്നവരെ ഈ ഒരു തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താതെ മുന്നോട്ട് പോകണം. സാധ്യതയുടെ വാതിലുകളെല്ലാം അടയുമ്പോഴും പ്രത്യാശ കൈവിടാതെ കാത്തിരിക്കുകയാണ് ഒരു നാടൊന്നാകെ. ആ നല്ല വാർത്തയ്ക്കായി. 24 കോഴിക്കോട്. ശിരൂരിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച രക്ഷാദൗത്യം പുനരാരംഭിക്കുന്നത് വൈകും. പുഴയിലെ മണ്ണ് നീക്കം ചെയ്യാൻ തൃശ്ശൂരിൽ നിന്ന് അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ എത്തിക്കാനാണ് നീക്കം. ഗംഗാവലി പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞോ എന്നറിയാൻ ഇന്ന് വീണ്ടും പരിശോധന നടത്തും. എസ് ശ്രീകാന്ത് ചേരുന്നു, ഒപ്പം അരുൺ പാറക്കലും ശിരൂരിൽ നിന്ന്. ആദ്യം ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, ഈ ദൗത്യം ഇനി എങ്ങനെ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത നൽകുന്നില്ല. ആദ്യം അത് താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു പറയുമ്പോഴും കേരളം തുടരണം എന്ന് അർജുൻ്റെ കുടുംബം അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. അതിനോട് എങ്ങനെയാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടം പ്രതികരിക്കുന്നത്? ഗോകുൽ, ഈ ദൗത്യം താൽക്കാലികമായാണ് നിർത്തിയത്, അത് വീണ്ടും തുടരും എന്നിവർ പറയുമ്പോഴും ഈ വീണ്ടും തുടരാൻ ആര് മുൻകൈയെടുക്കും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോഴും അവ്യക്തതയുണ്ട്. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ആ കുടുംബം മാത്രമാണ് ഇനി ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടക്കാനുള്ളത്. കാരണം ജില്ലാ ഭരണകൂടവും കാർവാർ MLAയും അതോടൊപ്പം മറ്റ് ഇവിടെ ഉണ്ടായിരുന്ന ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരും ഇവിടം വിട്ടുകഴിഞ്ഞു. നമ്മളുണ്ടായിരുന്ന ഹോട്ടലിലാണ് ഒട്ടുമിക്ക ആളുകളും താമസിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അവിടം പൂർണ്ണമായും വിജനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ 2 MLAമാർ നിലവിൽ ഇവിടെയുണ്ട്. അവർ മാത്രമാണ് നിലവിൽ ഇപ്പോഴും ഇവിടെ തുടരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പക്ഷേ ഇന്ന് ഈ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ടോ എന്നറിയാനുള്ള തിരച്ചിൽ നടക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴത്തേക്ക് ആരംഭിക്കും എന്ന് സംബന്ധിച്ച് വ്യക്തതയില്ല. ഒരു പക്ഷേ 10 മണിയാകുമ്പോൾ, സാധാരണ ദിവസങ്ങളിലേതുപോലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ വന്ന് അതിൽ ഒരു പരിശോധന ഉണ്ടാകും. പക്ഷേ ആ പരിശോധന കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ വലിയ തൃശ്ശൂരിൽ നിന്നും ഈ വലിയ ഡ്രഡ്ജർ അവിടെ നിന്നും ഇവിടെ എത്തണം. അത് പിന്നീട് കൃത്യമായി അസംബിൾ ചെയ്ത് ഈ പുഴയിലേക്ക് ഇറക്കാനൊക്കെ സാധിക്കണം. അത് പുഴയിലേക്ക് ഇറക്കിയാൽ തന്നെ അവിടെയുള്ള ചെളിയും മണ്ണും അടക്കമുള്ള വലിയ ആൽമരമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം തന്നെ എടുത്തു കളഞ്ഞ് അതിനടിയിൽ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് പിന്നെയും ഒട്ടനവധി ദിവസങ്ങൾ എടുക്കുകയും ചെയ്യും. അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു 2 ആഴ്ച കാത്തിരിക്കേണ്ടി വരും ഈ നടപടികളൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ആകാൻ. അതും എത്ര വലിയ സമ്മർദ്ദം കൊടുക്കണം ഇതൊക്കെ ഒന്ന് നടന്നു കിട്ടാൻ എന്നുള്ളതാണ് വളരെ വിഷമിപ്പിക്കുന്ന കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അതുവഴിയുള്ള പ്രധാനപ്പെട്ട പാതയാണിത്. കാർവാറിൽ നിന്നും മംഗലാപുരത്തേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ് ദേ ഈ കാണുന്നത്. ഇത് ആ സംഭവം ഉണ്ടായ ആ സമയം മുതൽ അടച്ചിട്ടിരിക്കുകയാണ്, ഇതുവരെയും തുറന്നിട്ടില്ല. രാത്രി സമയത്ത് മാത്രം ഒന്ന് തുറന്നു കൊടുക്കും. അതായത് വലിയ ചരക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് വേണ്ടി തുറന്നു കൊടുക്കും. പിന്നീട് പൂർണ്ണമായും അടച്ചിടുകയും ചെയ്യും. ഇത് തുറന്നു കൊടുക്കണം എന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഈ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിയ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അത് അംഗീകരിച്ചേക്കാൻ ഇടയുണ്ട്. ഭാഗികമായെങ്കിലും പകൽ സമയത്തും ഈ യാത്ര നടത്താൻ ചരക്ക് വാഹനങ്ങൾക്കടക്കം അനുമതി നൽകിയേക്കും. അക്കാര്യത്തിൽ ഇന്നൊരു 8-9 മണിയൊക്കെ ആകുമ്പോൾ ഒരുപക്ഷെ ഒരു തീരുമാനം വരാനും സാധ്യതയുണ്ട്. നിലവിൽ ഇതുവഴി വാഹനങ്ങൾ വിടുന്നില്ല, രാത്രി മാത്രമാണ് വിടുന്നത്. പക്ഷേ ഇവരുടെ ആവശ്യം വലിയ ശക്തമായി തന്നെ വരുന്നുണ്ട്. ഇത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടനാഴി കൂടിയാണ്. അതിനാൽ തന്നെ ഇത് തുറന്നു കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇന്നിപ്പോൾ 2 ആഴ്ചയാവുകയാണ്, 14ാം ദിവസമാണ്. പക്ഷേ അർജുനെ കുറിച്ചൊരു വിവരവുമില്ല, അർജുന്റെ ലോറിയെ കുറിച്ചൊരു വിവരവുമില്ല. ഉണ്ടായിരുന്ന ആളുകളൊക്കെ പിരിയുകയും ചെയ്തു. ഇനി എന്ത് എന്ന ചോദ്യമായി അവശേഷിക്കുകയാണ്. ഇനി എപ്പോൾ രക്ഷാപ്രവർത്തനം എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ ഒരു ഉത്തരവുമില്ല. ശരി ശ്രീകാന്ത്, ഏതായാലും ഇനി എങ്ങനെ ഈ ദൗത്യം തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിൽ അവ്യക്തത തുടരുകയാണ്. കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുന്നത്, കേരള സർക്കാർ ആവശ്യപ്പെടുന്നത്, തെരച്ചിൽ ഒരു കാരണവശാലും നിർത്തിവെക്കരുത്, സാധ്യമാകുന്ന രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഡ്രഡ്ജർ ആണെങ്കിൽ അത് 24 മണിക്കൂറിനകം എത്തിക്കാമെന്ന് കേരളം ഇന്നലെ വാഗ്ദാനം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിന് മുമ്പ് ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് പരിശോധിക്കാനാകുമോ എന്ന സാധ്യത ആദ്യം അതിൻ്റെ ഓപ്പറേറ്റർ വന്ന് പരിശോധിക്കട്ടെ എന്നതായിരുന്നു
യോഗത്തിലെ നിലപാടെന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ പാറക്കൽ കൂടി ചേരുന്നുണ്ട്. അരുൺ, അവിടെ ഈ 200-ലധികം ആളുകൾ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അവരിൽ ഭൂരിഭാഗവും മടങ്ങി എന്ന് വിവരങ്ങൾ ലഭിക്കുന്നു. നേവിയുടെയും ആർമിയുടെയും ഒക്കെ സംഘം ഇപ്പോഴും അവിടെ ഉണ്ടോ? ഇതിന് നേതൃത്വം നൽകിയിരുന്ന ജില്ലാ ഭരണകൂടമൊപ്പം കാർവാർ MLA ആണ് ഏറ്റവും മുൻകൈയെടുത്തി ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അവരുടെയൊക്കെ സാന്നിധ്യം ഇന്ന് പ്രതീക്ഷിക്കാനാവും അവിടെ? ഗോകുൽ, ഇന്നിപ്പോൾ 14ാമത്തെ ദിവസമാണ്. നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹോട്ടലിൽ നിന്ന്, അതായത് MLA ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ മടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള 2 MLA-മാർ മാത്രമാണ് ഈ ഹോട്ടലിൽ ഉള്ളത്. മറ്റുള്ള നാവികസേനയുടെയും ആർമിയുടെയും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ നിന്ന് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി 2 ദിവസം ഈ തെരച്ചിലൊന്നും ഉണ്ടാവില്ലെന്ന് ഇന്നലെ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. അതിന് കാരണം പറഞ്ഞത് തൃശ്ശൂരിൽ നിന്നൊരു ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കണം. ആ മെഷീൻ എത്തിച്ച് ഈ ഗംഗാവലി പുഴയിൽ അത് നിർത്തി, ജലനിരപ്പിൽ നിർത്തിക്കൊണ്ട് ഇത് പരിശോധിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന അവലോകന യോഗം. ഇന്നലെ രാത്രിയോട് ചേർന്ന അവലോകന യോഗത്തിലൊരു തീരുമാനമുണ്ടായത്. ആ നടപടിക്രമം പൂർത്തിയാക്കണമെങ്കിൽ ആദ്യം ഒരു ടെക്നീഷ്യൻ എത്തണം. ആ ടെക്നീഷ്യൻ എത്തി ഇത് ഇവിടെ നടപ്പിലാകുമോ, അതായത് ഈ ഗംഗാവലി പുഴയുടെ ഒഴുക്ക് രൂക്ഷമായി തന്നെ തുടരുകയാണ്, ആ ഘട്ടത്തിൽ ഇതിവിടെ നടപ്പിലാകുമോ എന്ന് പരിശോധിക്കണം. അതിൻ്റെ ശേഷമായിരിക്കും ഈ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളവും ഈ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ഈ തെരച്ചിൽ നിർത്തരുതെന്ന് അർജുൻ്റെ കുടുംബവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്. ഈ കാര്യം ഉന്നയിച്ചുകൊണ്ട് കർണാടക മുഖ്യമന്ത്രിക്ക് കേരള മുഖ്യമന്ത്രി കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ടെക്നീഷ്യൻ എത്തുന്നതിനുള്ള കാലതാമസം എന്നാണ് ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം ഈ കാർവാർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. ഈ ടെക്നീഷ്യനെ കേരളത്തിൽ നിന്ന് തന്നെ എത്തിക്കാമെന്ന് കേരളത്തിൽ നിന്നുള്ള MLA-മാരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയുണ്ട് ഗോകുൽ. ഈ 4 ദിവസത്തോളം മഴ തുടർച്ചയായി പെയ്യുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഈ മഴ അതിശക്തമായി തുടരും. കൊങ്കൺ ടെറിന്റെ പ്രത്യേകത എപ്പോഴാണ് ഈ മഴ പെയ്യുക എന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. മാത്രമല്ല ശക്തമായ കാറ്റും അതുപോലെ തന്നെ നദിയിലെ അടിയൊഴുക്കുമുണ്ട്. ഇതിലെ ജലനിരപ്പ് മുൻ ദിവസത്തെക്കാളും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടിയൊഴുക്ക് അതിരൂക്ഷമായി തന്നെ തുടരുന്നു. ഇത് ഈ ഒരു പ്രതികൂല കാലാവസ്ഥയൊക്കെ എങ്ങനെ തരണം ചെയ്യാമെന്നത് ഇപ്പോഴും പ്രശ്നമായി തുടരുകയാണ്. 14 ദിവസമായിട്ടും ഈ നദിക്കടിയിലെ മണ്ണും അതുപോലെ തന്നെ പാറക്കല്ലുകളും മാത്രമല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ ലോറിയുടെ സാന്നിധ്യമോ കണ്ടെത്താൻ നാവികസേനയ്ക്കോ അതുപോലെ തന്നെ ഈ ദൗത്യ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾക്കോ സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനം. ഈ മാൽപേ സംഘം ഇറങ്ങി പരിശോധിച്ചെങ്കിലും അവർക്കും നിരവധി തവണ ഡൈവ് ചെയ്തിട്ടും ഈ നദിക്കടിയിലെ ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ ഒരു സാന്നിധ്യം കണ്ടെത്തണമെങ്കിൽ ഈ മണ്ണും പാറക്കല്ലുകളും നീക്കം ചെയ്യണം. അതുപോലെ തന്നെ നദിക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങൾ, അതായത് പല ഭാഗങ്ങളിൽ നിന്നും ഈ വെള്ളം കൂടിയ സമയത്ത് മരക്കഷ്ണങ്ങളൊക്കെ ഒഴുകി വന്നിട്ടുണ്ട്. തീർച്ചയായും ഏതായാലും അവിടുത്തെ കാലാവസ്ഥ വലിയ വെല്ലുവിളിയാണ് ഈ തെരച്ചിൽ എന്ന് പറയുമ്പോഴും അർജുൻ്റെ കുടുംബത്തിന് അർജുനെ കണ്ടെത്തുക എന്നതാണ് ആവശ്യം. കേരളവും ആവശ്യപ്പെട്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ ഇനി എന്ത് സമീപനമാണ് കർണാടക സർക്കാരും കാർവാർ ജില്ലാ ഭരണകൂടവും ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടവും ഒക്കെ എടുക്കുക എന്നതാണ് ഇന്ന് കാത്തിരിക്കുന്നത്. ഏതായാലും തെരച്ചിൽ വൈകും എന്ന സൂചനയാണ് ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത്. ഇനി 24 വാർത്താ പരമ്പര ദുരന്തം വരുന്ന വഴികൾ. മഴയൊന്ന് കനത്താൽ ദേശീയപാതയിൽ തൃശൂർ മണ്ണുത്തി വടക്കഞ്ചേരി റോഡിലൂടെ യാത്ര ചെയ്യാൻ മനക്കരുത്ത് കുറച്ചധികം വേണം. പരിസ്ഥിതി ലോല മേഖലയായ കുതിരാനിലെ തുരങ്ക നിർമ്മാണത്തിൽ ആളുകൾക്ക് ഇപ്പോഴും ആശങ്കയാണ്. ഒപ്പം പാതയിൽ 3 പതിവായി മണ്ണിടിച്ചിലുണ്ടാകുന്നത്. നാടിനു തന്നെ അഭിമാനമാണ് കുതിരാൻ തുരങ്കം. അപകടങ്ങൾക്കും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കിനും കുതിരാൻ മല തുരന്ന് പരിഹാരം കണ്ടെത്തി. പക്ഷേ കുതിരാൻ തുരങ്കം സുരക്ഷിതമാണോ? 24 പരിശോധിക്കുകയാണ്. പഴയ പാതയിൽ തന്നെ പലകുറി കുതിരാൻമല ഇടിഞ്ഞിറങ്ങിയിട്ടുണ്ട്. പലപ്പോഴായി പൊലിഞ്ഞത് നിരവധി ജീവനുകൾ. പരിസ്ഥിതി ലോല മേഖലയെന്ന് രേഖപ്പെടുത്തിയ അതേ കുതിരാൻമല തുരന്ന് പിന്നീട് തുരങ്കം നിർമ്മിച്ചു. പാറ തുരക്കാൻ സ്ഫോടനമരുന്ന് അരുതെന്ന് വിദഗ്ധർ പലകുറി പറഞ്ഞു. പക്ഷെ വെടിമരുന്ന് ഉപയോഗിച്ച പാറകൾ പൊട്ടിച്ചു നീക്കി.
പാറ തുരത്താന്നുള്ള കണ്ടീഷൻ ഉത്തരവാദിത്തോടു കൂടി ഏറ്റെടുത്ത ജോലി പിന്നീട് പാറ പൊട്ടിക്കുകയുണ്ട്. അതുപ്രകാരം തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ ഒരുപാടാണ്. അതിന് നഷ്ടപരിഹാരം തന്നെ ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല. മുൻകാലം ഉണ്ടായിരുന്ന റോഡുകൾ, സർവീസ് റോഡുകൾ അല്ലെ പഴയ റോഡുകളൊക്കെ പൊട്ടി താഴ്ന്നിരിക്കുന്ന അവസ്ഥയിലാണ്. തുരങ്കത്തിൽ ഒരു പാറക്കഷ്ണം വീണാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ സമാന്തര പാത പോലുമില്ല. പഴയ കുതിരാൻ പാത കല്ലിട്ടടച്ചു. മണ്ണൂത്തി മുതൽ വടക്കഞ്ചേരി വരെ നീളുന്ന പാതയിൽ വേറെയും 3 ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. പട്ടിക്കാടും മേലെ ചുങ്കത്തും വാണിയമ്പാറയിലും അപകടം പതിയിരിക്കുന്നു. മഴക്കാലമായാൽ എല്ലാ വർഷവും ഇവിടെ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞിറങ്ങും. 3 ഇടത്തും ദിവസങ്ങൾക്ക് മുൻപ് മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിൻ്റെ തൊട്ട് താഴെ പാറകളാണ്. അതൊക്കെ ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ അർജുൻ പോയത് അതുപോലെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയയാണ് ഇവിടെ. പിന്നെ വെള്ളം ഇല്ല എന്നുള്ളത് മാത്രമാണ് ഒരു മാറ്റമുള്ളത്. നമ്മൾ പല പ്രാവശ്യം ഹൈവേയായി ബന്ധപ്പെട്ട് നിവേദനം കൊടുക്കുകയും അവരോട് പരാതി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പട്ടിക്കാട് ഇടിഞ്ഞെത്തിയ പാറക്കൂട്ടവും മണ്ണും സർവീസ് റോഡും കടന്ന് പ്രധാന പാതയുടെ നടുവിലെത്തി. ഇടിഞ്ഞ മണ്ണ് നീക്കുന്നതല്ലാതെ പരിഹാരമാർഗം കാണുന്നില്ലെന്ന് പ്രദേശവാസികൾ. ഒരു ദുരന്തം ഉണ്ടായിട്ട് അതിൻ്റെ പുറകെ പോയിട്ട് നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഈ മണ്ണൂത്തി തൊട്ട് വടക്കഞ്ചേരി വരെയുള്ള ദേശീയപാത നിർമ്മാണ കമ്പനി യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. മഴ കനത്താൽ പിന്നെ നെഞ്ചിടിപ്പാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും. പരിസ്ഥിതി ലോല മേഖലയിൽ തലയെടുപ്പോടെ കുതിരാൻ തുരങ്കം. മലനിരകളെ കീറിമുറിച്ചുള്ള പാതയിൽ തുരങ്കത്തിൽ മാത്രമല്ല പലയിടങ്ങളിലായി അപകടം പതിയിരിപ്പുണ്ട്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് തുടരും. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 26 അടിയിലധികം വർധന. 2357.36 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. കാലവർഷം കനിഞ്ഞതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. ഇടുക്കി അണക്കെട്ടിന്റെ സംഭരണശേഷിയുടെ 52% വെള്ളം ഇപ്പോഴുണ്ട്. കാലവർഷം തുടങ്ങിയപ്പോൾ ജലനിരപ്പ് 2332.28 അടിയായിരുന്നു. എന്നാൽ മഴ ശക്തമായ ജൂൺ 14 മുതൽ 898 മില്ലിമീറ്റർ മഴയാണ് വൃഷ്ടിപ്രദേശത്ത് പെയ്തത്. ഇതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി. 2 മാസം കൊണ്ട് 25 അടി ജലനിരപ്പ് ഉയർന്നു. വേനൽമഴയ്ക്ക് പിന്നാലെ കാലവർഷം ശക്തമാകുമെന്ന പ്രവചനം കണക്കിലെടുത്ത് അണക്കെട്ടിലെ വൈദ്യുതി ഉൽപാദനത്തിന്റെ തോത് കൂട്ടിയിരുന്നു. മെയ് അവസാന വാരത്തിൽ ദിവസേന 16 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിച്ചു. കാലവർഷം കനത്താൽ ഷട്ടർ തുറക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ കൂടിയായിരുന്നു അത്. പിന്നീട് മഴ ശക്തമായതോടെ ചെറുകിട പദ്ധതികളിലെ ഉൽപ്പാദനം കൂട്ടുകയും മൂലമറ്റത്തെ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്തു. ഇതാണിപ്പോൾ ജലനിരപ്പ് ഉയരാൻ കാരണം. കഴിഞ്ഞ വർഷം ഇതേ സമയം 2330 അടി വെള്ളമാണ് ഇടുക്കി അണക്കെട്ടിലുണ്ടായിരുന്നത്. നിലവിലെ റൂൾ കർവ് അനുസരിച്ച് 2379 അടി വെള്ളം അണക്കെട്ടിൽ സംഭരിക്കാം. 2403 അടിയാണ് പരമാവധി സംഭരണശേഷി. 7 ദശലക്ഷത്തോളം വൈദ്യുതിയാണിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇടുക്കിക്കൊപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും കഴിഞ്ഞ വർഷത്തേക്കാൾ 7 അടി കൂടുതലാണ്. 128 അടിക്ക് മുകളിലാണ് മുല്ലപ്പെരിയാറിലെ ഇപ്പോഴത്തെ ജലനിരപ്പ്. 24 ഇടുക്കി. സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ അച്ചടക്ക സമിതിയുടെ അന്വേഷണം ഇന്ന് ആരംഭിക്കും. KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അന്വേഷണം നടത്തുന്നത്. പാർട്ടിക്കുള്ളിലെ രഹസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നതിനെ കുറിച്ചാകും പ്രധാനമായും അന്വേഷിക്കുക. 3 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. പാർട്ടിക്കുള്ളിലെ മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചും റിപ്പോർട്ട് നൽകും. അച്ചടക്ക ലംഘനം കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നാണ് ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അച്ചടക്കത്തോടെ മുന്നോട്ടു പോകാൻ അന്വേഷണം കൊണ്ട് കഴിയുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. ഷിരൂരിൽ അർജുന്റെ രക്ഷാദൌത്യത്തിനുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം
തൃശ്ശൂരിൽ സജ്ജം. എന്നാൽ യന്ത്രം ഷിരൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അനുമതി നൽകിയില്ല. ഗംഗാവലിപ്പുഴയിലെ ഒഴുക്കിൽ യന്ത്രം പ്രവർത്തിപ്പിക്കാനാകുമോ എന്നതാണ് അനുമതി വൈകാൻ ഇടയാക്കുന്നത്. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സൂരജ്, ഇത് ഗംഗാവലിപ്പുഴയിലേക്ക് അല്ലെങ്കിൽ കർണാടകയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർണ്ണമാണോ? ഇനി ആ ഒരു അനുമതിയുടെ മാത്രം കാത്തുനിൽപ്പാണോ? തീർച്ചയായും ഗോകുൽ, അത്തരത്തിൽ തന്നെയാണ്. ഇനി ഒരു അനുമതിയുടെ അകലം മാത്രമേ ഉള്ളൂ. ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അക്കാണുന്നതാണ് അർജുന്റെ രക്ഷാദൗത്യത്തിന് പോകേണ്ട ഡ്രഡ്ജിംഗ് യന്ത്രം. അത് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ ഉൾപ്പെടെയുള്ള പരിശോധനകൾ പൂർത്തിയായി. തൃശൂർ ജില്ലാ കളക്ടർ ഇന്നലെ നേരിട്ടെത്തി ഈ യന്ത്രം പരിശോധിച്ചുകൊണ്ട് കർണാടകയുടെ അനുമതി ലഭിച്ചാൽ ഈ യന്ത്രം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഈ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഈ യന്ത്രം കൈമാറുന്നത് സംബന്ധിച്ച് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ യന്ത്രം കൈമാറ്റം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജലോപരിതലത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഡ്രഡ്ജിംഗ് നടത്താൻ കഴിയും. അത് ചെറിയ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഡ്രഡ്ജിംഗ് നടത്താൻ കഴിയും എന്നുള്ളതാണ് ഈ യന്ത്രത്തിന്റെ പ്രത്യേകത. പക്ഷേ ഗംഗാവാലിപ്പുഴയുടെ ഒഴുക്കിനോട് മല്ലിട്ട് നിൽക്കാൻ ഈ ഡ്രഡ്ജിംഗ് യന്ത്രത്തിന് കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ഈ അനുമതി വൈകാൻ ഇടയാക്കുന്നത്. 2 മാസം മുൻപാണ് ഈ കോഴിക്കോട് നിന്ന് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ യന്ത്രം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. പ്രത്യേകം പറഞ്ഞ് കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രം പ്രത്യേകം പറഞ്ഞ് തയ്യാറാക്കിയതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന യന്ത്രം. ഈ തൃശ്ശൂരിന്റെ കോൾപ്പാടങ്ങളിലടക്കം ഈ ഡ്രഡ്ജിംഗ് നടത്തുന്നതിന് ഈ പോളപ്പായലടക്കം ശക്തമായ മേഖലയാണ്. ഇവിടെ ഈ ചെളിയും അതോടൊപ്പം തന്നെ ഈ പോളപ്പായലും അടക്കം നീക്കം ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം പറഞ്ഞ് തയ്യാറാക്കിയതായിരുന്നു ഈ ഡ്രഡ്ജിംഗ് യന്ത്രം. പക്ഷേ ഈ യന്ത്രത്തിന് ഗംഗാവാലിപ്പുഴയിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും, അതിന്റെ ഒഴുക്കിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. അതാണ് ഈ യന്ത്രത്തിന് അനുമതി വൈകാൻ ഇടയാക്കുന്നത്. അങ്ങനെ ഒഴുക്കിനോട് മല്ലിട്ട് നിൽക്കാൻ ഈ യന്ത്രത്തിന് കഴിയുമോ എന്നതിൽ ഒരു ആശങ്കയുണ്ട്. എന്നാൽ പോലും ഇതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് തൃശ്ശൂരിലെ ഡ്രഡ്ജർ. ഇത് കാർവാറിലേക്ക് എത്തിക്കുന്നതിനാണ് ആലോചന നടക്കുന്നത്. പക്ഷേ അതിന് ജില്ലാ ഭരണകൂടം, ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഈ ഉപകരണം കൊണ്ടുപോകാൻ, ഈ യന്ത്രം കൊണ്ടുപോകാനുള്ള സാങ്കേതികമായ എല്ലാ കാര്യങ്ങളും സജ്ജം എന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അനുമതി മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സൂരജ്, ആദ്യഘട്ടത്തിൽ ഈ ഓപ്പറേറ്റർ ഒരു തവണ അവിടെ ചെന്ന് ഈ ഗംഗാവാലിപ്പുഴയിൽ ഈ യന്ത്രം പ്രവർത്തിപ്പിക്കാനാകുമോ എന്ന് പരിശോധിക്കുക, അതിനുശേഷം ഡ്രഡ്ജർ എത്തിക്കുക എന്നൊരു ആലോചനയാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഈ കാർവാർ അല്ലെങ്കിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. അത്തരത്തിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ ഓപ്പറേറ്ററെ വിളിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ടോ ഇതിൻ്റെ നിലവിൽ ഇതിൻ്റെ നിയന്ത്രിക്കുന്ന വകുപ്പുമായി ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഗൂഗിൾ ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നിലവിൽ ഈ കാർഷിക സർവകലാശാലയുടെ തന്നെ ഗവേഷണ കേന്ദ്രവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്, യന്ത്രവൽകൃത മിഷനുമുണ്ട്. അവർക്കാണ് ഈ യന്ത്രത്തിന്റെ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ യന്ത്രത്തിന്റെ ചുമതല. ഇത് നിലവിൽ ഈ ഗവേഷണ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇടപെട്ടുകൊണ്ട് ഇതിന്റെ പരിശോധനകളും മറ്റും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് കടക്കും. അതായത് പരിശോധന അത് അവിടെ നടത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നൊരു പ്രതിനിധി എത്തി ഇത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ അവിടെ എത്തി പരിശോധന നടത്തണം. ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ അനുമതി ലഭിക്കുക. അതിന്റെ ഭാഗമായിക്കൊണ്ടായിരിക്കണം ഈ അനുമതി വൈകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ യന്ത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒഴുക്കിനെതിരെ നിൽക്കാൻ തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഡ്ജറിൻ്റെ ദൃശ്യങ്ങളാണ്. ഇന്നലെയാണ് വൈകുന്നേരത്തെ അവലോകന യോഗത്തിൽ ഇത്തരത്തിൽ തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാം അല്ലെങ്കിൽ എത്തിക്കണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വരുന്നത്. അത് കേരള സർക്കാർ ആ ആവശ്യത്തോട് പോസിറ്റീവായാണ് പ്രതികരിച്ചത്. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രത്തിന് കീഴിലാണ് ഈ ഡ്രഡ്ജർ ഉള്ളത്. ഇവിടെ നിന്ന് അത് കൊണ്ടുപോകാനുള്ള സജ്ജീകരണം എല്ലാം തയ്യാറാണ്. പക്ഷേ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിയാണ് ബാക്കിയാകുന്നത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ സ്ത്രീക്ക് നേരെയുണ്ടായ വെടിവെപ്പിൽ പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ്. അക്രമി എത്തിയ കാറിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചെങ്കിലും നമ്പർ വ്യാജമായതോടെ അന്വേഷണ പ്രതിസന്ധിയിലായി. കാറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇതിലൂടെ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ പരിക്കേറ്റ ഷിനിയുടെ മൊഴി പ്രതിയെ പരിചയമില്ലെന്നാണ്. ഷിനിയോട് മുൻവൈരാഗ്യമുള്ളവർ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാറിൽ പ്രതിയെ കൂടാതെ സഹായി ഉണ്ടായിരുന്നുവെന്നും പോലീസ് സംശയിക്കുന്നു.
മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ റിവിഷൻ പെറ്റീഷനിൽ ഇന്ന് ഹൈക്കോടതിയിൽ വാദം തുടരും. മുഖ്യമന്ത്രിയും സർക്കാരും എതിർകക്ഷികളാണ്. നടന്നത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. ഇതിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ബന്ധമില്ലെന്നാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം വാദിച്ചത്. തൃക്കുന്നപ്പുഴയിൽ വിവാദ കമ്പനിയായ CMRL-ന് അനധികൃതമായി ഭൂമി അനുവദിക്കുന്നതിലുൾപ്പെടെ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നാണ് മാത്യു കുഴൽനാടന്റെ വാദം. ഇതിന് പകരമായാണ് മകളുടെ കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് CMRL പണം നൽകിയിരുന്നത് എന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. പാർലമെന്റ് നടപടികൾ ഇന്ന് പുനരാരംഭിക്കും. ഇരുസഭകളിലും ബജറ്റ് ചർച്ചകളാണ് ഇന്ന് പ്രധാന അജണ്ട. നീറ്റ് അടക്കമുള്ള വിവിധ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം നോട്ടീസ് ഇരുസഭകളിലും പരിഗണനയ്ക്കെത്തും. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ കർണാടകയിലെ ശിരൂർ രക്ഷാദൗത്യം അടക്കമുള്ള കാര്യങ്ങളും ഉന്നയിക്കും. NDAയുടെയും ഇന്ത്യ മുന്നണിയുടെയും നേതൃയോഗങ്ങളും പാർലമെന്റ് സമ്മേളനത്തിന് മുൻപായി ഇന്ന് നടക്കുന്നുണ്ട്. നടപ്പ് സമ്മേളനം ഓഗസ്റ്റ് 12-നാണ് അവസാനിക്കുക. ഡൽഹിയിലെ റാവൂസ് IAS സ്റ്റഡീസ് സർക്കിളിൽ ഉണ്ടായ വെള്ളക്കെട്ടിൽ മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിൻ അടക്കമുള്ള 3 വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. 10 മണിക്ക് RML ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. 3 വിദ്യാർത്ഥികളുടെയും ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിലെത്തിയിരുന്നു. അതേസമയം അനധികൃതമായി പ്രവർത്തിക്കുന്ന കോച്ചിംഗ് സെന്ററുകൾക്കെതിരെ നടപടിയടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കരോൾ ബാഗിൽ റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികളെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കിയിരുന്നു. അതിനിടെ അനധികൃത കോച്ചിംഗ് സെന്ററുകൾക്കെതിരെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നടപടി ആരംഭിച്ചു. അനധികൃതമായി പ്രവർത്തിക്കുന്ന 13 കോച്ചിംഗ് സെന്ററുകൾ സീൽ ചെയ്തു. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 3 മെഡൽ പ്രതീക്ഷ. ഷൂട്ടിംഗിലും അമ്പെയ്ത്തിലുമാണ് മെഡൽ മോഹം. ബാഡ്മിന്റണിലും ഹോക്കിയിലും ഇന്ത്യ ജയം തുടരാനിറങ്ങുന്നുണ്ട്. ഷൂട്ടിംഗ് റേഞ്ചിൽ കൂടുതൽ മെഡൽ മുഴക്കം പ്രതീക്ഷിച്ച ഇന്ത്യ 10 മീറ്റർ എയർ റൈഫിൾ പുരുഷ വനിതാ വിഭാഗം ഫൈനലുകളിൽ മെഡൽ വേട്ടയ്ക്ക് ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങും. വനിതാ വിഭാഗത്തിൽ രമിത ജിൻഡാലിന്റെ മത്സരം ഉച്ചയ്ക്ക് 1 മണിക്ക്. പുരുഷ വിഭാഗത്തിലെ അർജുൻ ബാബുദയുടെ മത്സരം 3:30 നടക്കും. ബാഡ്മിന്റണിൽ ജയം തുടരാൻ ഇന്ത്യൻ താരങ്ങൾ ഇറങ്ങും. പുരുഷ ഡബിൾസിലെ സാത്വിക് ചിരാഗ് സഖ്യത്തിന്റെ മത്സരം ഉച്ചയ്ക്ക് 12-ന്. വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ ടാനിഷ സഖ്യത്തിന്റെ മത്സരം 12:50-ന്. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നിന്റെ മത്സരം 5:30-നാണ്. മെഡൽ പ്രതീക്ഷയുള്ള 3-ാം ഇനം അമ്പെയ്ത്താണ്. പുരുഷ ടീമിന്റെ ക്വാർട്ടർ പോരാട്ടം വൈകിട്ട് 5:45-ന്. സെമിയും ഫൈനലും പിന്നാലെ നടക്കും. ഹോക്കിയിൽ ജയം തുടരാൻ നമ്മുടെ ടീം ഇറങ്ങുന്നുണ്ട്. വൈകിട്ട് 4:15-ന് നടക്കുന്ന മത്സരത്തിലെ എതിരാളികൾ അർജന്റീന. ഇതോടെ പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.